മാത്സ് പരീക്ഷ എഴുതുന്ന എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി പരീക്ഷ എഴുതുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 13 സ്റ്റാറ്റിസ്റ്റിക്സ്. മുൻ വർഷങ്ങളിൽ 6 മാർക്കിൻ്റെ ഒരു ചോദ്യമായോ അല്ലെങ്കിൽ ഒന്നിലധികം ചോദ്യങ്ങളായോ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത്. അതുപോലെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഫൈൻഡ്, മീൻ, വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമാണ് പലപ്പോഴായി ചോദിക്കുന്നത്. ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ ഉള്ളതും ഇല്ലാത്തതുമായ 2 വ്യത്യസ്ത ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ആദ്യമായിട്ട് ചോദ്യങ്ങളും നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിത്തൗട്ട് ഫൈൻഡിങ് മീൻ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, എന്നാൽ മീൻ കാണാതെ വേണം കാണാൻ. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല ഉപയോഗിച്ച് തന്നെ വേണം ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. എന്നാൽ ഈ ഫോർമുല ഉപയോഗിച്ച് കാണുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിനോടൊപ്പം മീൻ വേണമെങ്കിൽ കാണുകയും ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമ്പോൾ മീൻ കണ്ടിട്ടും ചെയ്യാം, കാണാതെയും ചെയ്യാമെന്ന് ചുരുക്കം. അതുകൊണ്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 7 ക്ലാസ്സാണ്. അതിലെ മിഡിൽ ക്ലാസ് 60 to 70. അതുകൊണ്ട് നാം ഇവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എ എന്നത് 65, അതായത് 60 മുതൽ 70 വരെ അതിൻ്റെ മിഡിൽ വാല്യൂ 65 ആയിട്ടാണ് അസ്യൂംഡ് മീൻ കൊടുക്കുന്നത്. അതുപോലെ ഈ ക്ലാസിൻ്റെ വിഡ്ത്ത് 10 ആണ്. അതുകൊണ്ട് എച്ച് എന്നുള്ളത് ക്ലാസ് ഇൻ്റർവെൽ 10 ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കൂടാതെ നമുക്കതിന് വേണ്ടതായ ഫോർമുല, ആ ഫോർമുലയ്ക്കനുസരിച്ചാണ് നാം കോളങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ വാരിയൻസ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ ഓൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്ലാസ്സിനൊരു കോളം വേണ്ടി വരും, ഫ്രീക്വൻസി വേണ്ടി വരും. ഇത് രണ്ടും തന്ന ഡാറ്റകളാണ്. ക്ലാസ് തന്നതുകൊണ്ട് ഒരു മിഡ് പോയിൻ്റ് വേണം. ഈ മിഡ് പോയിൻ്റ് ആണ് നാം എക്സ് ഐ ആയിട്ട് കൊടുക്കുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ് ആയതുകൊണ്ട് വൈ ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എ ബൈ എച്ച്, അതായത് വൈ ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് ഇവിടെ കണ്ടെത്തിയ 65/10. അങ്ങനെ ഒരു 4ാമത്തെ കോളം വേണം. ദെൻ 5ാമത്തെ കോളം വൈ ഐ സ്ക്വയർ വേണം. കൂടാതെ 6ാമത്തെ എഫ് ഐ വൈ ഐ, 7ാമത്തെ എഫ് ഐ വൈ ഐ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് വേണ്ടത് 7 കോളങ്ങളാണ്. അതാണ് നാം ഇവിടെ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. ഇതിൽ തന്നത് നമുക്കിവിടെ ക്ലാസ് ആണ് ആദ്യത്തെ, ദെൻ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയാണ് നാം എഫ് ഐ ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മിഡ് പോയിൻ്റ്, ദെൻ വൈ ഐ ഈക്വൽ ടു നേരത്തെ പറഞ്ഞ എക്സ് ഐ മൈനസ് 65/10, അങ്ങനെ ഒരു കോളം. ദെൻ വൈ ഐ സ്ക്വയർ, എഫ് ഐ വൈ ഐ, എഫ് ഐ വൈ ഐ സ്ക്വയർ. നേരത്തെ ക്വസ്റ്റ്യനിൽ തന്ന ക്ലാസ് എല്ലാം നാം ഓർഡറിൽ എഴുതുന്നു. 0, 30, 40 അതിൻ്റെ ഫ്രീക്വൻസി 3 ആണ്. 40, 50 ഫ്രീക്വൻസി 7. അതേപോലെ ഓരോന്നും എല്ലാം എഴുതുകയാണ്, ഓർഡറിൽ എഴുതുന്നു. ഇനി നമുക്കിവിടെ ആവശ്യം ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസി അതായത് സിഗ്മ എക്സ് ഐ, അതാണ് ഇവിടെ വരുന്ന ക്യാപിറ്റൽ എൻ, അതായത് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 50. ഇനി ഇതിൻ്റെ എല്ലാം മിഡ് പോയിൻ്റ് ആണ് നാം കാണേണ്ടത്. 30, 40 അതായത് 30 + 40/2, അതായത് 35. ഇനി അടുത്തത് 40 + 50/2, 45. ദെൻ 55, 65, 75, 85 ആൻഡ് 95. തുടർന്ന് വൈ ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് 65/10. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ അതായത് എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ 35 മൈനസ് 65/10, ദാറ്റ് ഈസ് -3. ദെൻ -2, -1, 0, 1, 2, 3. തുടർന്ന് ഈ വൈ ഐക്കെല്ലാം ഒന്ന് സ്ക്വയർ ചെയ്യേണ്ടതുണ്ട്. -3യുടെ സ്ക്വയർ 9, -2ൻ്റെ സ്ക്വയർ 4, -1ൻ്റെ സ്ക്വയർ 1, 0, 1, 4, 9. നമുക്ക് ഈ കോളം ആഡ് ചെയ്യേണ്ടതില്ല. ദെൻ എഫ് ഐ വൈ ഐ, അതായത് -9, -14, -12, 0, 8, 6, 6.
ഈ ടോട്ടൽ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഫോർമുലയിൽ സിഗ്മ എഫ് ഐ വൈ ഐ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ -15. ദെൻ എഫ് ഐ വൈ ഐ സ്ക്വയർ, ഇവിടെ എഫ് ഐ 3 ആണ്, വൈ ഐ സ്ക്വയർ 9 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 27, ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ 28, 12, ദെൻ 0, 8, 12, 18. ഇതെല്ലാം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കാൽക്കുലേറ്റർ അനുവദിച്ചതാണ്, അതുകൊണ്ട് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. 105. ഈ വാല്യൂസാണ് നാം എല്ലാം കണ്ടെത്തിക്കഴിഞ്ഞത്. നമുക്കിനി ഫോർമുല ഉപയോഗിക്കാൻ ക്യാപിറ്റൽ N ആവശ്യമാണ്. അതുപോലെ സിഗ്മ എഫ് ഐ വൈ ഐ വേണം, സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ വേണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ എ വേണം, കൂടാതെ എച്ച് എന്നുള്ള ഡാറ്റയും കൂടി വേണം. നമുക്ക് ആ ഫോർമുല ആദ്യം ഒന്ന് എഴുതുന്നതിൻ്റെ മുൻപ് ഇവിടെ കണ്ടെത്തിയ ഡാറ്റകളെല്ലാം ഒന്ന് എഴുതാം. n = 50, h = 10, സിഗ്മ എഫ് ഐ വൈ ഐ = -15, സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ = 105. ഇത്ര ഡാറ്റയാണ് വാരിയൻസ് കാണാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വാരിയൻസ് സിഗ്മ സ്ക്വയർ = h² / n² n സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ ഹോൾ സ്ക്വയർ. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കുകയാണ്. 10² / 50². ഡയറക്റ്റ് വാല്യൂ കൊടുത്തു, സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 201. ഇതാണ് വാരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടാണ്, റൂട്ട് 201. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 14.18. ഇവിടെ നാം ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിന് വേണ്ടി മീൻ ഒരു സമയത്തും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതുകൊണ്ടാണ് നാം വിത്തൗട്ട് ഫൈൻഡിങ് മീൻ എന്ന രീതിയിലുള്ള ചോദ്യം ഉപയോഗിച്ചത്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ഇവിടെ മീൻ വാല്യൂ കാണേണ്ടതായിട്ട് വന്നിട്ടില്ല എന്ന് ചുരുക്കം. എന്നാൽ ഇതിൻ്റെ കൂടെ ഇതേ ഫോർമുല ഉപയോഗിച്ച് തന്നെ വിത്തൗട്ട് ഫൈൻഡിങ് എന്ന് പറയാതെ ഫൈൻഡ് മീൻ, വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ചോദിക്കുമ്പോഴും നമുക്ക് ഈ ഫോർമുല തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ക്യാപിറ്റൽ എ നമുക്കറിയാം. അതായത് മീൻ x⁻ = a പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ബൈ ക്യാപിറ്റൽ N ഇൻറ്റു എച്ച്. ഇതാണ് ഫോർമുല. അതിൽ എ അറിയാം, 65 ആണ്. സിഗ്മ എഫ് ഐ വൈ ഐ -50 ബൈ ക്യാപിറ്റൽ N 50 ഇൻറ്റു എച്ച്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 62. അതായത് ഈ ക്വസ്റ്റ്യനിലെ മീൻ 62 ആണ്, വാരിയൻസ് 201, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 14.18. ഇതേ രീതിയിൽ രണ്ട് ചോദ്യങ്ങൾക്കും, അതായത് ഫൈൻഡ് മീൻ, വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനും വിത്തൗട്ട് ഫൈൻഡിങ് മീൻ അല്ലെങ്കിൽ വിത്തൗട്ട് യൂസിങ് മീൻ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ എന്ന ചോദ്യത്തിനും നമുക്ക് ഈ ഫോർമുല വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ദെൻ ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ലാസ് ഇൻ്റർവെൽ ഇല്ലാത്ത രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. കഴിഞ്ഞ തവണ നമുക്ക് 7 കോളങ്ങളാണ് വേണ്ടി വന്നിരുന്നത്. ഇവിടെ 5 കോളം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നമുക്കത് നോക്കാം. ആദ്യത്തെ കോളം xi ആണ്, പിന്നെ fi, xi, xi², fi(xi²). തന്നിരിക്കുന്ന ഡാറ്റ xiയും fiയും ഹൊറിസോണ്ടൽ ആയത് നേരെ വെർട്ടിക്കൽ എഴുതുന്നു. xi ഇൻറ്റു fi 3 × 7 അതാണ് 21, 8 × 10 80, അതുപോലെ xi², 3യുടെ സ്ക്വയർ 9, 8ൻ്റെ സ്ക്വയർ 64. ഇങ്ങനെ ഓരോ കോളവും എഴുതുന്നു. നമുക്കിവിടെ ആവശ്യം സിഗ്മ fi നമുക്കറിയാം 48 ആണ്, സിഗ്മ fi xi 614, സിഗ്മ fi xi² 9652. ഈ ഡാറ്റകളാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി വാരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. നമ്മളിവിടെ നേരിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാണുന്നത്. = 1/n ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ fi xi² മൈനസ് സിഗ്മ fi xi ഹോൾ സ്ക്വയർ. ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 6.12. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മീൻ കാണാം. അതായത് സിഗ്മ fi xiനെ സിഗ്മ fi കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 614നെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ മീൻ
12.79 എന്ന് ലഭിക്കുന്നു. ഇതേ രീതിയിൽ ഫൈൻഡ് മീൻ, വാരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ഇത്തരം ചോദ്യങ്ങൾ കൂടി പരീക്ഷയ്ക്ക് ഒരുപക്ഷെ വരാനിടയുണ്ട്. 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് പലപ്പോഴായിട്ട് വർഷങ്ങളിൽ ചോദിച്ചു വരുന്നത്. അടുത്ത വീഡിയോയിൽ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലപ്പോഴും വരുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് സൈൻ, കോസ്, ടാൻ ഇതുപോലെയുള്ള ഫംഗ്ഷനും അതിൻ്റെ കൂടെ ജനറൽ ഫംഗ്ഷനായ എക്സ് റേസ് ടു എൻ അതിൻ്റെ ഡെറിവേറ്റീവും ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കാണുന്നതാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ഇങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x, ഇങ്ങനെ ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ചോദിച്ചാലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം എന്നിൻ്റെ വാല്യൂ മാറ്റി കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചും കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ചുമുള്ള ചോദ്യങ്ങൾ ഇതെല്ലാമാണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.